വയനാട്ടിലെ വൈത്തിരിയിൽ നടന്ന കോൺഗ്രസ് നേതൃ ക്യാമ്പ് ലക്ഷ്യ 2026 കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF-നെ സജ്ജമാക്കുന്നതിനും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുന്നതിനുമുള്ള കൃത്യമായ രൂപരേഖയാണ് ഈ ക്യാമ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 140 അംഗ നിയമസഭയിൽ 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ വയനാട്ടിൽ നിന്നും മടങ്ങുന്നത്. ഒരു പുതിയ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ സമാപന പ്രസംഗത്തിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീം UDF എന്ന ആശയമാണ്. UDF എന്നത് കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടുകെട്ട് മാത്രമല്ലെന്നും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി ഇത് മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിലുള്ള ഐക്യവും ഒത്തൊരുമയും മുൻപെന്നത്തെക്കാളും ശക്തമാണെന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ടീം എന്ന പദം പ്രയോഗിച്ചത്. കേരളത്തിലെ ജനങ്ങൾ LDF സർക്കാരിന്റെ ഭരണത്തിൽ അങ്ങേയറ്റം മടുത്തിരിക്കുകയാണെന്നും ഭരണമാറ്റം എന്നത് പ്രതിപക്ഷത്തിന്റെ മാത്രം ആഗ്രഹമല്ലെന്നും മറിച്ച് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജനവികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പുതിയ ശൈലി UDF സ്വീകരിക്കും. പ്രശസ്ത തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ സുനിൽ കനകോലുവിന്റെ സാന്നിധ്യവും അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടും ഈ ക്യാമ്പിന്റെ ഹൈലൈറ്റ് ആയിരുന്നു. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നടത്തിയ വിശദമായ സർവേയുടെ പഠനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം UDF-ന് അനുകൂലമാണെന്നും 90-ലധികം സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നും കനകോലു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം ഇതിലും വലുതാണ്. 100 സീറ്റുകൾ നേടുക എന്നത് അസാധ്യമായ കാര്യമല്ലെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനം. LDF-ന്റെ ഉരുക്കുകോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല സീറ്റുകളിലും മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ വിജയം കൊയ്യാമെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നുണ്ട്. പഴയകാല രീതികളിൽ നിന്നും മാറി സോഷ്യൽ മീഡിയയും നൂതന സാങ്കേതിക വിദ്യകളെയും ഉപയോഗപ്പെടുത്തിയുള്ള പ്രചരണങ്ങൾക്ക് ഊന്നൽ നൽകും. UDF അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതികളും VD സതീശൻ അവതരിപ്പിച്ചു. കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുമെന്നും എന്നാൽ ഇത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നിലവിൽ നടക്കുന്ന നികുതി കൊള്ളകൾ അവസാനിപ്പിക്കുകയും നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുകയും ചെയ്യും. സംസ്ഥാനം നേരിടുന്ന കടുത്ത കടക്കണിയിൽ നിന്നും കരകയറാൻ കൃത്യമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുമെന്നും UDF വാഗ്ദാനം ചെയ്യുന്നുണ്ട്. LDF നിലവിൽ ശിഥിലമായിരിക്കുകയാണെന്നും വരാനിരിക്കുന്ന മാസങ്ങളിൽ അവിടുത്തെ പല പ്രമുഖരും UDF പ്ലാറ്റ്ഫോമിൽ എത്തുമെന്നും സതീശൻ പ്രവചിച്ചു. ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നിൽക്കുന്ന പലരും നിലവിലെ ഭരണത്തിൽ അസംതൃപ്തരാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന പ്രഖ്യാപനം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. UDF-നുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടെന്ന പ്രചാരണത്തെ VD സതീശൻ ശക്തമായി തള്ളിക്കളയുകയും ചെയ്തു. ഇത് CPM ബോധപൂർവം പടച്ചുവിടുന്ന തന്ത്രമാണെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ആരെ നയിക്കണമെന്ന് തീരുമാനിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിൽ നേതാക്കളുടെ വലിയൊരു നിര തന്നെയുണ്ട്. അത് പോസിറ്റീവായ കാര്യമാണ്. ഈ നേതാക്കൾക്കിടയിൽ യാതൊരുവിധ മത്സരമോ തർക്കമോ ഇല്ലെന്നും അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല, തെരുവിലിറങ്ങി പോരാടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിനായി മിഷൻ 2026 എന്ന പേരിൽ സമഗ്രമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. ജനുവരി മുതൽ പ്രക്ഷോഭമുണ്ടാവും. സംസ്ഥാനത്ത് രാപ്പകൽ സമരങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊളയും ഫണ്ട് ദുർവിനിയോഗവും ഉയർത്തിക്കാട്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ശക്തമായ പ്രക്ഷോഭം നടത്തും. ഫെബ്രുവരിയിൽ VD സതീശന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന കേരള യാത്ര നടക്കും. ഇത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ശക്തി പ്രകടനമായി മാറും. ഓരോ പ്രവർത്തകനും സ്വന്തം ബൂത്തിലെ വീടുകളിൽ നേരിട്ടെത്തി സർക്കാരിന്റെ വീഴ്ചകളും UDF-ന്റെ വികസന കാഴ്ചപ്പാടും വിശദീകരിക്കും. വയനാട് ക്യാമ്പ് കോൺഗ്രസിന് നൽകുന്നത് പുതിയൊരു ദിശാബോധമാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പ്രവർത്തകർക്ക് ഊർജം നൽകാനും ഗ്രൂപ്പ് തർക്കങ്ങൾ മറന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് പാർട്ടിയെ നയിക്കാനും VD സതീശനും KPCC ടീമിനും കഴിഞ്ഞിട്ടുണ്ട്. ഭരണം തിരിച്ചുപിടിക്കുക എന്നതിലുപരി കേരളത്തിന്റെ തകർന്നുപോയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ചരിത്രപരമായ ദൗത്യമെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. ഈ തീരുമാനങ്ങളും പ്രക്ഷോഭങ്ങളും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എങ്കിലും ഒരു യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും UDF പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് ഈ ക്യാമ്പ് തെളിയിക്കുന്നുണ്ട്.